ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നോമ്പുകാലത്തിലെ 21ാമത്തെ ദിവസം നമ്മൾ ചിന്തിക്കപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത് ലെർണിംഗ് എക്സ്പീരിയൻസ് ഓഫ് ഷെയറിങ്, അതായത് പങ്കുവെക്കലിൻ്റെ ഒരു നോമ്പുകാലം. അതിനായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് മത്തായി സുവിശേഷം 5-ാം അധ്യായം 38 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. ഇവ നമ്മുടെ ഗിരിപ്രഭാഷണത്തിൽ നിന്നും തിരഞ്ഞെടുത്തവയാണ്. നമുക്കറിയാം 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണം. ദൈവം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് വേർതിരിച്ച കുറച്ച് വേദഭാഗങ്ങളാണ് നമ്മളിവിടെ ധ്യാനിക്കുന്നത്. അതിൽ നമുക്ക് 3 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ധ്യാനിക്കാം. അതായത് കർത്താവ് 38 മുതൽ 48 വരെ വാക്യങ്ങളിൽ പറയുന്നത്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കണം, മറ്റുള്ളവരിൽ നമ്മൾ എങ്ങനെ സഹായിക്കണം, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ള ചിന്തകളാണ് നമ്മളിവിടെ ആവിഷ്കരിക്കുന്നത്. അതായത് കർത്താവ് പറയുന്നത്, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന എബ്രായ നിയമത്തോട് പ്രതികരിക്കാൻ ദൈവം ഒരു പുതിയ വഴി നമുക്ക് നൽകുകയാണ്. അതായത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, നമ്മളോട് എതിർക്കുന്നവരോടും നമ്മളോട് കലഹിക്കുന്നവരോട് നമ്മൾ കലഹിച്ചുകൊണ്ട് നമ്മൾ അതിനെ പ്രതികരിക്കാതെ സൗമ്യമായും ക്ഷേമമായും ക്ഷമയോടും കൂടി പ്രതികരിക്കാൻ കർത്താവ് നമ്മെ ബോധിപ്പിക്കുന്നു. ആരെങ്കിലും നിങ്ങളുടെ വലത് കവളിൽ അടിക്കുകയാണെങ്കിൽ മറ്റേതും അവനിലേക്ക് തിരിക്കാം. ഓരോ പ്രയോഗവും ഇവിടെ നമുക്ക് പരിക്കോ തടസ്സമോ ആക്രമണമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ, തെറ്റിന് തെറ്റും തിന്മയ്ക്ക് തിന്മയും തിരികെ നൽകാൻ നിങ്ങൾ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ, അവിടെ നമ്മുടെ വൈകാരികമായ ബോധങ്ങളെ കൊണ്ട് നമ്മൾ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു മനുഷ്യനായി തന്നെ മാറുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവയെ നേരിടാൻ നമുക്ക് സാധിക്കണം. അതായത് ആത്മാക്കൾക്കും ദുഷ്ടാത്മാക്കൾക്കും നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കാതെ, ആ തരത്തിൽ പ്രതികരിക്കാതെ ക്ഷമയോടുകൂടി പ്രതികരിക്കുവാൻ, അല്ലെങ്കിൽ ക്ഷമയോടുകൂടി അതിനെ കാണുവാൻ തക്കൊണ്ട് നമുക്ക് സാധിക്കണമെന്നാണ് കർത്താവ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു ഭേദഭാഗം എന്ന് പറയുന്നത്. അതുപോലെ കൊടുക്കുവാൻ കർത്താവ് പഠിപ്പിക്കുന്നു. അടുത്ത ചിന്താഗതി, നമ്മൾ ദാനം നൽകുന്ന ചിന്താഗതിയിൽ നമ്മൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്നാണ് കർത്താവ് നമ്മളോട് ചോദിക്കുന്ന, നമ്മളോട് കടം ചോദിക്കുന്നതിനോട് നമ്മൾ ഇച്ഛിച്ചു കളയാതെ നമ്മൾ കൊടുക്കണം, തള്ളിക്കളയാതെ നമ്മൾ അവരെ കരുതണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ലോകത്തിൽ നമുക്ക് നമ്മളോട് കടം ചോദിക്കുന്നതിൽ നമ്മളൊരു സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരോട് നമ്മൾ സഹായം നൽകണം. പക്ഷേ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ലോകത്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സ്വാർത്ഥരും, അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവരത് സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യരെ നമുക്ക് എല്ലാവരെയും എപ്പോഴും എങ്ങനെയും വിശ്വസിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു വഞ്ചനയിൽ വീണു പോകാതെ കർത്താവിൻ്റെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിപ്പാൻ, അതായത് ആൾക്കാരെ നമുക്ക് അറിഞ്ഞു ജീവിപ്പാൻ, അതായത് കള്ളന്മാരെയും വഞ്ചകരുടെയും കയ്യിലൊന്നും അകപ്പെട്ടു പോകാതെ അവരെ കണ്ട് മനസ്സിലാക്കി നമുക്ക് ജീവിക്കുവാൻ, അല്ലെങ്കിൽ അവരെ കണ്ട് മനസ്സിലാക്കി നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിപ്പാൻ നമുക്ക് സാധിക്കണം. അതാണ് കർത്താവ് അടുത്ത 3ാമത്തെ ഭേദഭാഗത്തിൽ നമ്മളോട് പറയുന്നത്. അയൽക്കാരനെ സ്നേഹിക്കണമെന്നും ശത്രുവിനെ വെറുക്കണമെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിങ്ങളെ വെറുക്കുന്നവരോട് നന്മ ചെയ്യുക, ഉദ്ധരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളൊരു തിരുവചനമാണ് നമ്മെ പൂർണ്ണമായും ആ കർത്താവോട് പഠിപ്പിക്കുന്ന ഒരു ഭേദഭാഗം എന്ന് പറയുന്നത്. അതായത് നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു, നമ്മൾ നമ്മളെ എങ്ങനെ കരുതുന്നുവോ അതുപോലെ നമ്മുടെ അയൽക്കാരനെയും നമ്മുടെ ശത്രുക്കളെയും നമ്മുടെ കൂട്ടുകാരനെയും അതുപോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അതായത് നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ എത്ര ആത്മാർത്ഥമായി നമ്മുടെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നുവോ അതുപോലെ നമ്മുടെ കൂട്ടുകാരന് വേണ്ടി പ്രവർത്തിക്കണം. അവരുടെ ഒരു ആവശ്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശത്രുവാണെങ്കിൽ നമുക്ക് വേണ്ടി എതിർക്കുന്നവരായിരിക്കും അവർ, എന്നാൽ അവർക്ക് വേണ്ടി സ്നേഹിപ്പാൻ, അവരെ കരുതുവാൻ, അവരെ അതുപോലെ സ്നേഹിപ്പാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. അതുപോലെ നമ്മൾ സ്നേഹിക്കണമെന്നാണ് കർത്താവ് നമ്മെ അവിടെ പഠിപ്പിക്കുന്നത്. അതുപോലെ ലാസ്റ്റ് വാക്യങ്ങളിൽ കർത്താവ് നമ്മളോട് ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യം, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലം, നിങ്ങളെ സഹോദരന്മാരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലം, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ എന്ത് പ്രതിഫലം, നിങ്ങൾ കാര്യം അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആക്കിയാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പൂർണ്ണരാക്കുവാൻ ശ്രമിക്കുകയും എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. അതായത് അവിടെ നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഓരോ
മനുഷ്യരെയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നമ്മൾ മുൻവിധികളോട് കൂടിയാണ് നമ്മൾ കാണപ്പെടുന്നത്. അതായത് പലതരത്തിൽ നമ്മൾ വിഭജിക്കാറുണ്ട് അല്ലേ? പക്ഷേ എന്നാൽ കർത്താവ് നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുന്നു, സൂര്യൻ പ്രകാശിപ്പിക്കുന്നു, എല്ലാം കർത്താവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ എല്ലാവരെയും ഒരുപോലെ കാണുവാനും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനും എല്ലാവർക്കും ഒരുപോലെ ദാനം ചെയ്യുവാനും നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ശീലിക്കണമെന്നാണ് കർത്താവ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്. അതുപോലെ കർത്താവ് പറയുന്നു, നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നമ്മളും പരിപൂർണരാകുവാൻ ശ്രമിക്കണം. നമുക്കൊരിക്കലും പൂർണ്ണനാകുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ ദൂതന്മാർക്ക് പോലും അങ്ങനെ സാധിച്ചിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് നമുക്ക് ആ പരിപൂർണതയിൽ കണ്ടെത്താൻ കഴിയുന്നത്? അതായത് നമ്മൾ ഈ പൂർണ്ണതയിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് കർത്താവ് നമ്മൾ പഠിപ്പിച്ച ഈ പാഠങ്ങൾ. അതായത് നമുക്ക് എതിർത്ത് നിൽക്കുന്നവരോട് എതിർത്ത് നിൽക്കാതെ, നമ്മുടെ വികാരങ്ങളെ മുഴുവൻ പ്രകടിപ്പിക്കാതെ കർത്താവിൻ്റെ വിശ്വാസങ്ങളെ പ്രമാണിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ കൂട്ടുകാരനെയും ശത്രുക്കളെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും എല്ലാവർക്കും ഒരുപോലെ ദാനം ചെയ്യുവാനും നീതിക്ക് വേണ്ടി പോരാടി കർത്താവിന് വേണ്ടി നിൽപ്പാനും നമുക്ക് കഴിയുമ്പോൾ, നമ്മൾ ഇതിനൊക്കെ വേണ്ടി ശ്രമിക്കുമ്പോൾ, അതായത് കർത്താവിൻ്റെ പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ നല്ല ശീലങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഗലാത്യർ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വിശ്വാസം, സന്തോഷം, സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ എന്ന് പറയുന്ന ആ പ്രതിഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമ്മൾ എന്തായി മാറുന്നത്? പൂർണ്ണരായി മാറപ്പെടുന്നത്. അതുപോലെ മുൻവിധികളില്ലാതെ നീതിനിഷ്ഠമായ വഴികളിൽ എല്ലാവരോടും എല്ലാ ഇച്ഛശക്തിയും വായിപ്പാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുവാനും നീതിബോധമുള്ളവരായി നമുക്ക് ജീവിപ്പാനും സ്നേഹിപ്പാനും കരുതുവാനും എതിർക്കുന്നവരെ എതിർക്കാതെ അവരെയും കരുതുവാനും ക്ഷമാശീലതയോടെ മുമ്പോട്ട് പോകുവാനും നമുക്ക് ഈ നോമ്പുകാലത്ത് സാധിക്കട്ടെ എന്ന ചിന്താഗതി ഞാൻ ഈ കാലഘട്ടത്തിൽ സമർപ്പിക്കുന്നു. ഈ വേദഭാഗം, ഈ ഗിരിപ്രഭാഷണം ഈ നോമ്പുകാലത്ത് നമ്മളെ അതിന് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞു